നമസ്കാരം. പഠനമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പഠനമുറിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം തരം അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ അവസാന പാഠഭാഗമായ അമ്മത്തൊട്ടി എന്ന കവിതയാണ്. റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് അമ്മത്തൊട്ടി. ജീവിതം പടർത്തുന്ന വേരുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. നമുക്കറിയാം, പരസ്പര സ്നേഹം, ദയ, അതുപോലെ തന്നെ പരസ്പര വിശ്വാസം, ഇതെല്ലാം ചേർന്ന വേരുകൾ നമ്മൾ കുടുംബമാകുന്ന മണ്ണിലാണ് പടർത്തേണ്ടത്. അതിൽ നമുക്ക് എത്ര അറുത്തുമാറ്റാൻ ശ്രമിച്ചാലും അറുത്തുമാറ്റാൻ കഴിയാത്ത ഒരു വേര് നമ്മളിലുണ്ട്. അതാണ് അമ്മ. അമ്മ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അമ്മ എന്ന ആ വലിയ സത്യമെന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്ന യൂണിറ്റാണ് ജീവിതം പടർത്തുന്ന വേരുകളിലെ അമ്മത്തൊട്ടി എന്ന കവിത. ഇനി നമുക്ക് കവിതയിലേക്ക് കിടക്കാം. സമകാലിക കവികൾ ലാളിത്യം കൊണ്ടും ഗാനാത്മകത കൊണ്ടും വേറിട്ട വ്യക്തിത്വം പുലർത്തുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടി എന്ന കവിത വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. വൈരുദ്ധ്യം എന്ന് പറയുന്നത് നേരെ വിപരീതമായ അവസ്ഥ, വിരുദ്ധമായ അവസ്ഥകൾ കൊണ്ട് ശ്രദ്ധേയമാണ് റഫീഖ് അഹമ്മദിന്റെ വരികൾ. ജീവിതത്തിന്റെ നേരെ വിപരീതമാണ് മരണം, ഇരുട്ടിന്റെ നേരെ വിപരീതമാണ് വെളിച്ചം. ഇങ്ങനെ വൈരുദ്ധ്യാത്മകതകൾ കൊണ്ട് അല്ലെങ്കിൽ വിപരീത ദ്വന്ദ്ങ്ങളെ സമർത്ഥമായി ചേർത്ത് വെച്ചുകൊണ്ട് കവിത എഴുതുന്നതിൽ എന്നും റഫീഖ് അഹമ്മദ് വേറിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഗാന രചയിതാവുമാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ വയലാറിന് ശേഷം ഇത്രമാത്രം കവിത തുളുമ്പുന്ന വരികൾ എഴുതിയ മറ്റൊരു കവി ONV കുറുപ്പുണ്ട്, പി ഭാസ്കരനുണ്ട്. അവർക്കൊപ്പം നിൽക്കുന്ന ഒരു കവി കൂടിയാണ് റഫീഖ് അഹമ്മദ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ വിപരീതമായ അവസ്ഥ, ഇരുട്ട് വെളിച്ചം, ജീവിതം മരണം, സുഖം ദുഃഖം, ഇതൊക്കെ ജീവിതത്തിന്റെ വിപരീത ദ്വന്ദ്ങ്ങളാണ്, വിപരീതമായ അവസ്ഥകളാണ്. അങ്ങനെ വിപരീതമായ അവസ്ഥകളെ അതിസമർത്ഥമായി ചേർത്ത് വെക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. ഇവിടെ അമ്മത്തൊട്ടിൽ എന്ന കവിത അമ്മയെ മകൻ ഉപേക്ഷിക്കുകയാണ്. മകന് അമ്മ ഒരു ഭാരമായി തീർന്നു. അമ്മയ്ക്ക് വയസ്സായി, ഒന്നിനും കഴിയാതെയായി, കയ്യും കാലും പോലും അനക്കാൻ കഴിയാത്ത അമ്മ തനിക്ക് ഒരു നഷ്ടമാണ്, തന്റെ ജീവിതത്തില് ഇനി അമ്മ ഒരു തടസ്സമാണ് എന്ന് ഭാര്യ പറയുകയും കൂടെ ചെയ്തപ്പോൾ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കായിട്ട് പോവുക, കാറിൽ കയറ്റിയിട്ട് അമ്മയെയും കൊണ്ട് അങ്ങനെ പോവുക. എല്ലാ സ്ഥലങ്ങളിലും അമ്മയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മകനെ അതിൽ നിന്ന് പിൻവലിക്കുകയാണ്. ഇതാണ് കവിത. അപ്പോ അവിടെ എല്ലാം അമ്മയും മകനും എത്രമാത്രം ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് ഓരോ സന്ദർഭങ്ങളിലും വരച്ചു വെക്കുന്നു. അമ്മത്തൊട്ടിൽ എന്ന പേരിന് തന്നെ ഒരർത്ഥമുണ്ട്. കുട്ടികള് അനാഥരാകുമ്പോൾ അല്ലെങ്കിൽ അമ്മമാർക്ക് കുട്ടികൾ വേണ്ട എന്ന് തോന്നുമ്പോൾ അവരെ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ്, അനാഥ കുട്ടികളെ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അമ്മത്തൊട്ടി. ഇവിടെ മകനാണ് അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്നത്. മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ കവിതയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന കവിതയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അമ്മത്തൊട്ടി. ഞാൻ പറഞ്ഞല്ലോ, വിപരീതമായ സാഹചര്യങ്ങളെ, വിപരീത ദ്വന്ദ്ങ്ങളെ സമർത്ഥമായി ചേർത്ത് വെക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. ഉദാഹരണമായി അദ്ദേഹത്തിന്റെ ഒരു ഗാനം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിലായി നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ,
ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയം, മരണത്തെയും ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയത്തെയും എത്ര സമർത്ഥമായിട്ടാണ് റഫീഖ് അഹമ്മദ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അമ്മ തൊട്ടിൽ എന്ന കവിതയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങളിലേക്ക് കടക്കാം. മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുകയാണ്. പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ട് വേണം അമ്മയെ ഉപേക്ഷിക്കാൻ. അത് ഭാര്യയുടെ നിർബന്ധമാണ്. ഭാര്യ പറഞ്ഞിരിക്കുന്നു, ഈ അമ്മയെ കൊണ്ട് ഇനിയൊരു പ്രയോജനമില്ല, അമ്മയെ ഉപേക്ഷിക്കണം നമുക്ക്. ആ വാക്ക് കേട്ട് അമ്മയെ ഉപേക്ഷിക്കാൻ നടക്കുന്ന മകൻ അമ്മയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് കവിതയുടെ തുടക്കം. പിൻസീറ്റിലെത്രയ്ക്കു നേരെയിരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റുപറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നു എന്നു ചോദിച്ചില്ല, എന്തിനെന്നും പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. നോക്കൂ, കാറിന്റെ പിൻസീറ്റില് അമ്മയെ ഇരുത്തിക്കാണ്. എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും, എത്രയൊക്കെ നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും, വയസ്സായ അമ്മ അങ്ങനെയാണ്, വയസ്സായ ആളുകൾ അങ്ങനെയാണ്, നമ്മൾ ഇരുത്തും അതേപോലെ കൊണ്ടുപോരും. അപ്പൊ പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ ഒരു വശത്തേക്ക് ചെരിഞ്ഞു മടങ്ങി തൂങ്ങി ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? അമ്മ അത്രമാത്രം അവശയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വരികളിൽ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അമ്മയുടെ അവശത, അമ്മയുടെ വാർദ്ധക്യം, ഇതൊക്കെയാണ് കണ്ടെത്താൻ കഴിയുന്നത്. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു. മോരം എന്ന് ചൊല്ലരുത്, വാക്കേതാണ്? ഓരം ചേർത്ത് എഴുതിയതാണ്. നേരെ ഇരുത്തിയിട്ടും അധികം ഓരം, അവിടെയാണ്, അതുകൊണ്ടാണ് മാ വന്നത്. ഓരം ചെരിഞ്ഞ് മടങ്ങി ഇരുന്നമ്മ, നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. നീരറ്റ്, ചോരയും നീരൊക്കെ ഇല്ലാതെ വറ്റി വരണ്ട, ചോരയും നീരൊക്കെ വറ്റി വരണ്ട കൈച്ചുള്ളികൾ. നോക്കൂ, കൈയിനെ എന്തുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ചുള്ളിക്കമ്പുകളുമായിട്ട്. അത്രമാത്രം മെലിഞ്ഞിട്ടുണ്ട്. നീരാതെ, നിവരുന്നില്ല. വയസ്സായ ആളുകളുടെ കൈ നമ്മൾ നിവർത്താൻ ശ്രമിച്ച നിവരില്ല. നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വയസ്സായ ആളുകൾ കാറിലിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നു എന്നു ചോദിച്ചില്ല, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചില്ല. അന്ന് മകനോട് ചോദിച്ചില്ല അമ്മ, കാറിൽ കയറിയിരിക്കുക. എന്തിനായി പോടേന്ന് ചോദിച്ചില്ല. ഉപേക്ഷിക്കാനാ മകൻ കൊണ്ടുപോകുന്നത്. പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. മങ്ങിപ്പഴകിയ പിഞ്ഞാണം എന്ന് പറയുന്നത് പ്ലേറ്റ്. മങ്ങിപ്പഴകിക്കഴിഞ്ഞ, ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ നോക്കൂ, അമ്മയ്ക്ക് ഒരുപാട് വയസ്സായി, അമ്മ അവശയായി, ഒരുപാട് ഉപയോഗിച്ചത് കൊണ്ട് കണ്ണുകളുടെ ഒക്കെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിഞ്ഞാണവർണ്ണമായി. എന്നിട്ടോ, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. പാടയും പീളയൊക്കെ മൂടിയിട്ടുണ്ട്, ആ കണ്ണ് തുറക്കാനും കഴിയില്ല. ഏറെ പണിപ്പെട്ട് അടച്ച് തുറക്കുകയാണ് ആര് ചെയ്യുന്നത്? അമ്മ ചെയ്യുന്നത്. കൃത്യമായില്ലേ? പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നു എന്നു ചോദിച്ചില്ല, എന്തിനെന്നും പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റു കിടക്കും തെരുവു പട്ടിക്ക്
ഉപേക്ഷിക്കാൻ മകൻ ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പൊ നോക്കൂ, വിജനമായൊരു തെരുവിലൂടെയാണ് മകൻ പോകുന്നത്. ഇപ്പോൾ വിജനമായി തെരുവീതികൾ, തെരുവ് വീതികളൊക്കെ, നഗരത്തിലെ വഴികൾ, വീതി എന്ന വാക്കിനർത്ഥം വഴി എന്നാണ്. വഴികളൊക്കെ വിജനമായിരിക്കുന്നു. ആകാശഗോപുരങ്ങൾക്കു താഴത്തവ, വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള പട്ടണമാണ്. ആ പട്ടണത്തിന്റെ താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് വളരെ ഭംഗിയായിട്ട് ആശയങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഉറങ്ങുന്നതിൽ പോലും അവർ ആഗ്രഹിക്കുന്ന എന്താ? നാളത്തെ കച്ചവടം, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം. അപ്പോൾ അവിടെ പോലും അവർക്കൊരു സ്വാർത്ഥതയുണ്ട്. ഉറങ്ങുന്നത് പോലും നാളത്തെ ലാഭം സ്വപ്നം കണ്ടുകൊണ്ട് ഉണരാനാണ്. ഉണരാൻ വേണ്ടിയാണ് അവർ ഉറങ്ങുന്നത്. നാളേക്ക് വേണ്ടിയിട്ടാണ് അവർ ഉറങ്ങുന്നത് പോലും. നാളെ ഉണ്ട്, നാളെ കച്ചവടമുണ്ട്. അപ്പൊ നോക്കൂ, നമ്മുടെ കച്ചവട സംസ്കാരം നമ്മുടെ ഉള്ളിലെ മാനവികതയെ എത്രമാത്രം ഇല്ലാതെയാക്കിയിരിക്കുന്നു. അമ്മയെ കൊണ്ട് ഇന്നൊരു ലാഭവുമില്ല. നേരെ മറിച്ച് അമ്മ ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ, അമ്മ ഓടി നടന്ന് പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ ഉപേക്ഷിക്കുവോ? ഇല്ല. മക്കളെ നോക്കാൻ, നിലം തുടയ്ക്കാൻ, പാത്രം കഴുകാൻ, എല്ലാ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് നടക്കാൻ ആരോഗ്യമുള്ള ഒരു ഘട്ടമായിരുന്നെങ്കിൽ മരുമകൾ ഒരിക്കലും അമ്മയെ ഉപേക്ഷിക്കണമെന്ന് പറയില്ല. ഇപ്പോൾ അമ്മയ്ക്ക് ഒന്നിനും വയ്യ, അപ്പൊ അമ്മയെ കൊണ്ട് ലാഭമില്ല. അപ്പൊ ഇന്നത്തെ കച്ചവട ചിന്തകൾ, ലാഭനഷ്ട ചിന്തകൾ, അമ്മയെ കൊണ്ട് ഒരു ലാഭവും ഇല്ലാതെ ആയപ്പോൾ എങ്ങനെയുള്ള അമ്മയാണ്? അവശയായ അമ്മ, നീരറ്റു വറ്റി വരണ്ട കൈ ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന, നിവരാതെ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന അമ്മയെ എന്ത് ലാഭമാണുള്ളത്? അപ്പൊ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് ആ ആകാശഗോപുരങ്ങൾക്ക്, വലിയ കെട്ടിടങ്ങൾക്ക് താഴെ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്ന ആ പട്ടണത്തെ കവി വരച്ചു കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇപ്പോൾ വിജനമായി തെരുവീതികൾ, വിജനമായി ആരോരുമില്ലാതെയായി, ആളൊഴിഞ്ഞു. ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഈ പെരുമാളിന്റെ, നോക്കൂ, വലിയ മാളുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, അപ്പൊ നോക്കൂ, അത്തരം കച്ചവട ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പെരുമാളിന്റെ ഇത്തരം കച്ചവട ചിന്തകൾ, ലാഭനഷ്ട കണക്കുകൾ തന്നെയാണ് ഇന്ന് പെരുമാളാണ്. രണ്ടു കായകൾ ഒരേ ഞെട്ടിലുണ്ടാകും പോലെ ഭാഷയിൽ ഒരേ വാക്കിനർത്ഥം രണ്ടുരച്ചാൽ ശ്ലേഷമാമതാണ്. ഇവിടെ പെരുമാള് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന രാജാവ്, ദൈവം, തമ്പുരാൻ എന്നൊക്കെയാണ് പെരുമാളിന്റെ അർത്ഥം. പെരുമാളോ, നമ്മൾ പറയുന്നതിലുള്ള വ്യത്യാസമുള്ളൂ. പെരുമാള് വലിയ കച്ചവട സ്ഥാപനം, ലുലു മാള്, ഫോക്കസ് മാള് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ മാളാണ് എന്ത്? പെരുമാള്. അപ്പൊ നമുക്ക് വലിയ കച്ചവട സ്ഥാപനം പെരുമാള്, അവർ തന്നെയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് ബ്രാക്കറ്റിലെ പെരുമാളിന്റെ അർത്ഥം. ഈ പെരുമാള് വലിയ കച്ചവട സ്ഥാപനത്തിന്റെ, ഈ പെരുമാളിന്റെ ഇത്തരം വലിയ കച്ചവട ചിന്തകളാണ് മാനവികതയ്ക്കപ്പുറം ഇന്ന് മനുഷ്യ സമൂഹത്തെ, നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് കവി അവിടെ ധ്വനിപ്പിക്കുന്നത്. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റു കിടക്കും തെരുവുപട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടി കുതിക്കുന്നു. പെറ്റു കിടക്കുന്ന തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റമാണ്. അപ്പൊ വളരെ സംസ്കാര സമ്പന്നർ എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ പോലും മാതൃത്വത്തിന്റെ വില പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ തെരുവിൽ പെറ്റുകിടക്കുന്ന ഒരു പട്ടി. ആ പട്ടി ഉറങ്ങുന്നതും ഉണരുന്നതും നാളത്തെ ലാഭം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ആ പട്ടിക്ക് തന്റെ കുഞ്ഞ് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ആ പട്ടി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ മാതൃത്വം എന്താണെന്ന് മനുഷ്യനെ മനസ്സിലാക്കി തരുന്നത് ഒരു പട്ടി. ഇതാണ് ഞങ്ങളുടെ വിപരീത ദ്വന്ദ്ങ്ങൾ. മനുഷ്യൻ വളരെ സംസ്കാര സമ്പന്നൻ, പട്ടി നമ്മുടെ അത്രയൊന്നും സംസ്കാരമില്ലാത്ത ഒരു സാധാരണ ജീവി, നമ്മുടെ ഒരു വളർത്തു മൃഗം. ആ വളർത്തു മൃഗമാണ് നമുക്ക് മാതൃത്വത്തിന്റെ മഹത്വം കാണിച്ചിരുന്നത്. വിപരീതമായ അവസ്ഥകൾ, ഞാൻ പറഞ്ഞ ഇരുട്ട് വെളിച്ചം എന്നുള്ളത് പോലെ, ജീവിതം മരണം എന്നുള്ളത് പോലെ വിപരീതമായ അവസ്ഥകളെ സമർത്ഥമായി സന്നിവേശിപ്പിച്ച് വലിയൊരാശയത്തിന്റെ പ്രപഞ്ചം ഉണ്ടാക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. അതാണ് പെറ്റു കിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടി കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം ഉറക്ക
ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തോരിരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടപ്പടി ഓരോന്നു കേറി കിതച്ചതും. അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോൽ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അമ്മയെ ഉപേക്ഷിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ജില്ലാശുപത്രിയുടെ അരികിൽ ഒരു രാക്കടയുണ്ട്. നേരത്തെ എവിടെ ആണ് ഉപേക്ഷിക്കാൻ വിചാരിച്ചത്? നേരത്തെ ആ മാളിന്റെ വലിയ കച്ചവട സ്ഥാപനത്തിന്റെ അടുത്ത്. അവിടെ പെറ്റുകിടക്കുന്ന ഒരു തെരുവുപട്ടി ഉണ്ടായിരുന്നു, നടന്നില്ല. ഇവിടെ നോക്കൂ, ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം, രാത്രി മാത്രം തുറന്നിരിക്കുന്ന കട. അവിടെ ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ട്. അപ്പൊ നോക്കൂ, നേരത്തെ വരച്ച് കാണിച്ച വലിയ മാളുകൾക്ക് വിപരീതമാണ് ഇവിടെ കാണിക്കുന്നത്. ആ രാക്കട അത് തുറന്നു വെച്ചിരിക്കുന്നത് വലിയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ടല്ല. തന്റെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആളുകൾ ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുക. അവരെ നോക്കാനുള്ള ആളുകളാണ് ഉറക്കമൊഴിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. നോക്കൂ, അപ്പുറത്തെ ആളുകൾ ഉറങ്ങുന്നത് ഉണരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉറക്കമൊഴിച്ചിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ, അതിനുവേണ്ടി തുറന്നിരിക്കുന്ന ഒരു കട. ഇതാണ് വിപരീത ദ്വന്ദ്വം എന്ന് ഞാൻ പറഞ്ഞത്. വിപരീതമായ അവസ്ഥകൾ. വലിയ ലാഭത്തിനു വേണ്ടി കച്ചവടം ചെയ്യുന്നവർ, ഇപ്പുറത്തെ കച്ചവടം നോക്കൂ, ജീവന് വേണ്ടി മല്ലടിക്കുന്ന രോഗികൾക്ക് കാവലിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ, അതിനുവേണ്ടി കച്ചവടം ചെയ്യുന്നവർ, അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാർ. ഈ 2 വിപരീത അവസ്ഥകളെയും എത്ര സമർത്ഥമായിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു, ജില്ലാശുപത്രിക്ക് അരികിൽ ഒരേ ഒരു, കൃത്യമായിട്ട് വാക്കുകൾ വേർതിരിച്ചെടുക്കണം. ജില്ലാശുപത്രിക്ക് അരികിൽ ഒരേ ഒരു രാക്കട മാത്രം, രാത്രി തുറന്നിരിക്കുന്ന കട മാത്രം. ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും, ഉറക്കച്ചടവ് രാക്കടക്കല്ല, ശ്രദ്ധിക്കണം. ഉറക്കച്ചടവ് 2-3 ആളുകൾ, ആ കടയിൽ ചായ കുടിക്കാൻ വരുന്ന 2-3 ആളുകൾക്കാണ് ഉറക്കച്ചടവ്. ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തോരിരുളിടം. കനത്ത ഒരു ഇരുൾ ഇടം. ചായ കുടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിലും അതിന്റെ പിന്നില് കനത്ത ഇരുള്, കനത്ത ഇരുട്ട് നിറഞ്ഞ ഒരു ഇടം ഉണ്ട്. അവിടെ അമ്മയെ ഉപേക്ഷിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി, പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടപ്പടി ഓരോന്നു കേറി കിതച്ചതും. അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോൽ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. ചെറിയ കുട്ടികളാവുമ്പോഴേ അമ്മമാർക്ക് ഉറക്കമുണ്ടാവില്ല. ഒരുപാട് അസുഖങ്ങൾ വരും. പനി വരും, ജലദോഷം വരും, എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടാവും. ഈ അസുഖങ്ങളൊക്കെ വരുമ്പോ എന്റെ മകൻ അയ്യോ എന്ത് പറ്റി ഉറങ്ങാതെ, അമ്മ എടുത്ത് ഓടിയിട്ടുണ്ടാവും ആശുപത്രിയിലേക്ക്. ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർമാര് ചിലപ്പോ നമുക്ക് എടുത്തൊരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ നീറ്റല് പോലെ എന്തോ ഒരു നീറ്റൽ. നോക്കൂ, അമ്മയുമായി ബന്ധപ്പെട്ട ചിന്തകൾ മകൻ ഉള്ളിൽ അങ്ങനെ കടന്നു വിങ്ങുകയാണ്. പക്ഷേ പടികളിൽ, അവിടെ ഉപേക്ഷിക്കാൻ ചെന്നപ്പോ എന്താ? പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട പടി ഓരോന്നു കേറി കിതച്ചതും. ആ പടി, ശ്രദ്ധിക്കണം വാക്കുകൾ എങ്ങനെയാണ്. ആ പടി ഓരോന്നു കേറി കിതച്ചതും. കേറി കിതച്ച് കിതച്ച് കേറിയത്. തന്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച അമ്മ ഓടി കിതച്ച് കിതച്ച ആ പടികൾ കേറിയത്. അന്നത്തെ സൂചി പ്രയോഗത്തിൽ, അന്ന് ഡോക്ടർ ചന്തിക്ക് വെച്ച സൂചി ഉണ്ടല്ലോ, ആ സൂചി പ്രയോഗം പോലെ ഒരു നീറ്റൽ മനസ്സിലൂടെ കടന്നുപോയി. അതോടുകൂടി മകന് അവിടെയും അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോൽ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയ
കഴിഞ്ഞതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയേതാരെ കരിഞ്ഞൊരി കൈകളും പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. അപ്പൊ ഏതായാലും ആശുപത്രിന്റെ അവിടെ ഇറക്കാൻ കഴിഞ്ഞില്ല. അമ്മയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മകൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നെയും മുന്നോട്ട്. വെട്ടമില്ല, വെളിച്ചമില്ല. വെട്ടം, വെളിച്ചം. ആളില്ല. കുട്ടിക്കാലത്തെ ഏകാന്തത, കുട്ടിക്കാലത്തെ ഒറ്റപ്പെടലിന്റെ അവസ്ഥ. കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ടൊന്നിനി. കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഒറ്റപ്പെട്ടു പോയത് ഈ വിദ്യാലയ മുറ്റത്തായിരുന്നു. ആ വിദ്യാലയ മുറ്റത്ത് അമ്മയെയും ഉപേക്ഷിച്ചേക്കാം. പണ്ട് അമ്മ തന്നെ കൊണ്ടുവന്ന് ആക്കിയത് ഈ വിദ്യാലയത്തിലായിരുന്നു. എന്നാൽ അവിടെ തന്നെ അമ്മയെ ഉപേക്ഷിച്ചേക്കാം. അവിടെ ഉപേക്ഷിക്കാൻ ചെന്നപ്പോ മകന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഓർമ്മകൾ എന്തൊക്കെയാ? നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോ എങ്ങനെയാ? ചിലരൊക്കെ സന്തോഷത്തോടുകൂടി പോകും. മിക്കവാറും എങ്ങനെയായിരിക്കും? എല്ലാവരും റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടതുപോലെ ആയിരിക്കും. അമ്മ ക്ലാസ് കൊണ്ടേയിരുത്തും. അമ്മയുടെ സാരിന്റെ തുമ്പത്ത് പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോരും. റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച അങ്ങനെയാണല്ലോ, ഇങ്ങനെ വലിച്ച് വിട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ അമ്മയുടെ സാരി തുമ്പത്ത് പിടിച്ച് കരഞ്ഞവരായിരിക്കും മിക്കവാറും എല്ലാവരും. ഞാൻ അങ്ങനെയാണ് എന്തായാലും. പൊട്ടിക്കരഞ്ഞും ചടിച്ചും കുതറിയും എത്തിയതും. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ചടിച്ചിട്ടുണ്ട്, കുതറിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറയാറുണ്ട്. ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. ഉച്ചവരെ ആദ്യമായിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ടേയാക്കുമ്പോ ഉച്ചവരെ ആ അമ്മ ചുറ്റുമതിലിന്റെ പുറത്ത്, സ്കൂളിന്റെ മതിലിന്റെ പുറത്ത് മകന് വേണ്ടി കാത്തു നിൽക്കുക. എന്നിട്ടോ അമ്മയെ കണ്ടപ്പോഴോ ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും. അമ്മയെ കാണുമ്പോ തന്നെ നമ്മളെ നെഞ്ചത്ത് ഇങ്ങനെ കരച്ചിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ എന്തായാലും കരഞ്ഞിട്ടുണ്ട്. ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയേതാര് കരിഞ്ഞൊരി കൈകളോ. പെട്ടെന്ന് മകന് തോന്നി തന്നെ ആരോ പിച്ചിയെന്ന്. പുറകിലിരിക്കുന്ന അമ്മയുടെ കരിഞ്ഞ കൈകളാണോ? അവിടെയും ഇറക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. അവിടെയും ഇറക്കാതെ വാഹനം മുന്നോട്ട് പോവുകയാണ്. എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരി ആളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. ഇനിയിപ്പോ എവിടെയാ കൊണ്ട് ഇറക്കണ്ടേ എന്ന് വിചാരിച്ചപ്പോഴാ മകന്റെ മുന്നില് ഒരാശയം വന്നത്. സ്വയം ബുദ്ധി കെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ബുദ്ധി നശിക്കുന്നത് വരെ അമ്മ എന്നും എവിടെ പോകുമായിരുന്നു? ക്ഷേത്രത്തിൽ പോകുമായിരുന്നു, അമ്പലത്തിൽ പോകുമായിരുന്നു. സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളുക. കരിന്തിരിയാളുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്, ഒരു ശൈലിയാണ്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത് കെടാൻ നേരത്ത് ഒന്നാളി കത്തും. അതിനാണ് കരിന്തിരി കത്തുക. എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കത്തുമ്പോ കരിന്തിരി കത്തുക. അതേപോലെ അമ്മ തന്റെ ആരോഗ്യം ക്ഷയിക്കുന്ന അവസാന കാലം വരെ, ആരോഗ്യം മുഴുവനായി ക്ഷയിക്കുന്നത് വരെ, ഒരാളിക്കത്തൽ കത്തിയ ആ കാലം വരെ എവിടെ പോകുമായിരുന്നു? ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? എന്നെ കഷ്ടപ്പെടുത്താതെ അങ്ങോട്ട് കൊണ്ടുപോണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ദൈവം ഉണ്ടല്ലോ, ആ ദൈവം ഇരിക്കുന്ന കോവിൽ. നോക്കൂ, എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട്. അമ്മയുടെ സ്വന്തം ബുദ്ധി നശിച്ച് കരിന്തിരി ആളും വരെ അവർ. കരിന്തിരി ആളുന്നത് വരെ, ആ ശൈലി ഞാൻ പറഞ്ഞല്ലോ. കരിന്തിരി ആളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണം. ഒന്ന് എന്നെ രക്ഷിക്കണേ, എന്നെ കഷ്ടപ്പെടുത്തരുത്, കിടപ്പിലാക്കരുത് എന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ആ കോവിലിൽ പോയിട്ട്. എന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിൽ. അമ്മ ആരെയാണ് ശല്യം ചെയ്തത്? ദൈവത്തെയാണ് ശല്യം ചെയ്തത്. എന്തു പറഞ്ഞാ ശല്യം ചെയ്തത്? ഒന്ന് എന്നെ കൊണ്ടുപോയിടണം, എന്നെ കിടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് അമ്മ ശല്യപ്പെടുത്തിയ ആ കോവിലിൽ, അമ്മയുടെ ശല്യപ്പെടുത്തലാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ആ അമ്മയുടെ ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ അമ്മയെ കൊണ്ടുപോയി ഇറക്കിയാലോ? പെട്ടെന്ന് പകല് തോന്നുക, ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. പെട്ടെന്ന് മകൻ നോക്കുമ്പോ ആരാ മുന്നിൽ? അശാന്തനായിക്കൊണ്ട്, സമാധാനമില്ലാത്തവനായിക്കൊണ്ട് ഈശ്വരൻ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതുപോലെ അതാ അമ്പലത്തിന്റെ, ക്ഷേത്രത്തിന് മുറ്റത്തുകൂടെ ആരോ നടക്കും. നോക്കൂ, വിപരീത ദ്വന്ദ്ങ്ങൾ. എന്താണ്? അശാന്തനായ ഈശ്വരൻ. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ?
പള്ളിയിൽ പോകുന്ന എന്തിനാ, മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്ന എന്തിനാ? ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കൂ, ദൈവത്തിന് പോലും ശാന്തി കിട്ടുന്നില്ല. അശാന്തനായിക്കൊണ്ട് ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണോ എന്ന് മകന് തോന്നുകയാണ്. നമ്മുടെ മനുഷ്യത്വമില്ലാത്ത ഇത്തരം പ്രവർത്തികൾ കണ്ട് ഈശ്വരൻ പോലും അശാന്തനായി തീരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിപരീത ദ്വന്ദ്വം. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്ന് പറഞ്ഞതുപോലെയുള്ള നേരെ വിപരീതമായ അവസ്ഥ. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ഈശ്വരന് പോലും സമാധാനമില്ലാതായി തീരുന്നു. ഇനി നോക്കൂ, അമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിംബങ്ങളാണ് ഇനിയുള്ള വരികളിൽ വരുന്നത്. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പാടം, അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിയുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കുടികൾ പുകയുന്നതിൻ മണം. ഏറെ തണുക്കുന്നു, കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ തണുക്കുക, അമ്മ പുറത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഗ്ലാസിന്റെ ചില്ല് നമ്മൾ കയറ്റും. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം. കരിമ്പടം തണുക്കുമ്പോ നമ്മളെന്താ പുതയ്ക്കാറ്? കരിമ്പടമാണ്. അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്. ചെറിയ കുട്ടികളാവുമ്പോ അമ്മയുടെ കരിമ്പടത്തിനുള്ളില് അമ്മയുടെ വയറ്റത്ത് പറ്റി കിടന്നിട്ടുണ്ടാവും നമ്മൾ. ആ ചൂട് മകന്റെ മനസ്സിലേക്ക് വരികയാണ്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. അമ്മയുടെ വസ്ത്രത്തിന്റെ മുഷിവ്, ധാരാളം ജോലി ചെയ്തിട്ടുണ്ടാണ് അമ്മ. ആ വസ്ത്രത്തിന്റെ മുഷിവ്, അമ്മയുടെ തലയിലെ എണ്ണ, കാച്ചിയ എണ്ണ, കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. പിന്നെയോ പുലർച്ചയിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ എഴുന്നേറ്റ് അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയാ അടുപ്പ് കത്തിക്കുന്നത്? ഇന്നത്തെ പോലെ ഗ്യാസ് ഒന്നും അല്ലല്ലോ, ഗ്യാസ് അടുപ്പുകളൊന്നും അല്ലല്ലോ. ഓലക്കൊടികൾ, തെങ്ങോലകൾ അടുപ്പിലേക്ക് വെച്ചുകൊണ്ട് ഊതി ഊതി കത്തിക്കും. അതാണ് ഓലക്കൊടികൾ. ആരും ലോലക്കൊടികൾ എന്ന് ചൊല്ലരുത്. ഓരം ആണ്, മോരം എന്ന് ചൊല്ലരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എഴുത്തല്ല ഭാഷ, ഉച്ചാരണമാണ്, സംസാരമാണ് ഭാഷ എന്ന് പറയുന്നത്. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന്റെ മണം. ഇതൊക്കെ അമ്മയുമായി ബന്ധപ്പെട്ട ബിംബങ്ങളാണ്, അമ്മയുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. നോക്കൂ, ഏറെ തണുക്കുന്നു, കാറിലേറെ തണുക്കുമ്പോ ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം, അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിയുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പിളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ധയം. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ, ഒരു വകയ്ക്ക് പറ്റില്ല. ഒരു വയസ്സായ സ്ത്രീയെ ഉപേക്ഷിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തവനാണല്ലോ മനുഷ്യ നിങ്ങൾ എന്ന് ഭാര്യ പറഞ്ഞേക്കാം. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഭാര്യ പറഞ്ഞേക്കാം. ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് അമ്മയെ ഉപേക്ഷിക്കാൻ പോയത്. ഇന്നും പഴി പറഞ്ഞേക്കും. പഴി പറയുക, കുറ്റപ്പെടുത്തുക. പക്ഷേ മടങ്ങാതെ വയ്യ. അമ്മയെ ഉപേക്ഷിക്കാൻ ഉള്ള ശക്തിയില്ല. ഉപേക്ഷിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല, ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, അതിന് പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയാതെ തലയ്ക്കകത്ത് എന്തോ പെരുപ്പുമായിട്ട് മകൻ മടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. തലയ്ക്കകത്ത് എന്തോ പെരുപെരുപ്പ് വരികയാണ്. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴോ പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തൊട്ടു പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പിറകിലെ സീറ്റില് അമ്മ വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പിളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ധയം. പിളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ മരണത്തിലും അമ്മ തുറന്നു വെച്ചിരിക്കുകയാണ്. ദയയില്ലാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ മാനവികത നശിച്ച,
മനുഷ്യത്വം നശിച്ച മക്കൾക്ക് നേരെയുള്ള തുറന്നു പിടിച്ച കണ്ണുകളാണ്. ദയയില്ല, അവർ ദയ അർഹിക്കുന്നില്ല. അത് കവിയുടെ കണ്ണുകളാണ്. സ്വന്തം അമ്മയെ മനസ്സിലാക്കാത്ത, സ്നേഹം മനസ്സിലാക്കാത്ത, ജീവിതത്തിന്റെ വേരുകൾ അറുത്തു മാറ്റുന്ന മക്കൾക്ക് നേരെ ദയയില്ലാത്ത നോട്ടവും നോക്കിക്കൊണ്ട് അമ്മ മകനെ ഉപേക്ഷിക്കുന്നു. അപ്പൊ നോക്കൂ, അമ്മത്തൊട്ടിൽ എന്ന പേര് എത്ര അന്വർത്ഥമായി. അമ്മത്തൊട്ടിൽ എന്താണ്? അമ്മമാർ മക്കളെ ഉപേക്ഷിക്കുന്നതാണ് അമ്മത്തൊട്ടിൽ. ഇവിടെ സത്യത്തിൽ കവിതയുടെ അവസാനം ആരാരെയാണ് ഉപേക്ഷിച്ചത്? തന്നെ വേണ്ടാത്ത മകനെ ഉപേക്ഷിച്ച് അമ്മ നിത്യതയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴും ദയയില്ലാതെ ആ കണ്ണുകൾ തുറിച്ചു നോക്കുന്നുണ്ട്. ആ കണ്ണുകൾ ആരുടേതാണ്? ആ കണ്ണുകൾ കവിയുടെ കണ്ണുകളാണ്. കവിയുടെ കണ്ണുകളുടെ പ്രതീകമാണ് ഇവിടെ അമ്മയുടെ കണ്ണുകൾ. ഒരു ദയയും കാണിക്കേണ്ടതില്ല. ഇതുപോലെ മനുഷ്യത്വം മരവിച്ച മക്കൾക്ക് നേരെ ഉള്ള തുറിച്ചു നോട്ടത്തോടു കൂടിയിട്ടാണ് റഫീഖ് അഹമ്മദ് തന്റെ കവിത അവസാനിപ്പിക്കുന്നത്. വളരെ മനോഹരമായ കാവ്യബിംബങ്ങൾ ചേർത്ത ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ചേർത്ത് വെച്ചുകൊണ്ട്, എല്ലാ കാവ്യ അംശങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ കവിതയ്ക്ക് അതിമനോഹരമായ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കവിത താളത്തിൽ മനോഹരമായി ചൊല്ലാനും നിങ്ങൾ പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.